കേരളത്തിന്റെ ആരോഗ്യരംഗം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വളരെ നല്ല സംവിധാനങ്ങൾ ഗവൺമെന്റ് തലത്തിലും സ്വകാര്യ തലത്തിലും ഉണ്ടായിരുന്ന കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഈ രംഗം ഇത്രമാത്രം വെല്ലുവിളികളെ ഇപ്പോൾ നേരിടുന്നത്? ഗവൺമെന്റ് കോളേജുകളിൽ വേണ്ടത്ര മരുന്നുകളും ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങളും ഇല്ലാത്തത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ പടിയിറങ്ങിയ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട വീണ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശീർവാദത്തോടെയാണ് മന്ത്രിപദം ഏറ്റെടുത്തത്. എന്നാൽ ആ പദവിയിൽ ശോഭിക്കുവാൻ അവർക്ക് കഴിഞ്ഞോ എന്നത് ചോദ്യമാണ്. CPM-നുള്ളിൽ തന്നെ വീണ ജോർജിന്റെ മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം ഉയർന്നു കഴിഞ്ഞു. പ്രതിപക്ഷ കക്ഷികളായ BJP-യും കോൺഗ്രസും വീണ ജോർജിനെതിരെ തെരുവിൽ സമര പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ വീട്ടുകാരോടും ആരോഗ്യവകുപ്പിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ. ആരോഗ്യവകുപ്പിനെ കുറിച്ച് വലിയ പിടിപാടില്ലാത്ത അത്തരത്തിലുള്ള വ്യക്തികളെ മന്ത്രിസ്ഥാനത്തേക്ക് നിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വീഴ്ചകളാണ് ഇത്തരം അവസ്ഥയിലേക്ക് സംസ്ഥാനത്തിനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനിടയിൽ അമേരിക്കയിൽ മയോട്ടിൽ ചികിത്സയ്ക്ക് പോയതും പ്രതിപക്ഷം വിവാദമാക്കുന്നുണ്ട്. 2 ദിവസം മുമ്പാണ് മുഖ്യമന്ത്രി സർക്കാർ അടിസ്ഥാനത്തിലുള്ള മികവുകളെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കേരളത്തിൽ ചികിത്സ തേടുന്നില്ല എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗമായ N രാജീവും മറ്റു CPM നേതാവായ PJ ജോൺസും വീണയ്ക്കെതിരെ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. ഒരു MLA പോലും ആകാൻ യോഗ്യതയില്ലാത്തയാളാണ് വീണ എന്നാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇത് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്വന്തം പാർട്ടിയിൽ നിന്നും വീണ ജോർജിന് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുത്ത ആളായിട്ട് പോലും എന്തുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തുവാൻ അവർക്ക് സാധിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് ആരോഗ്യമന്ത്രി തന്നെയാണ്. ഈ കപ്പൽ ഉലയില്ല സർ, ഇതിന് ഒരു കപ്പിത്താൻ ഉണ്ട് എന്ന തരത്തിലുള്ള പുകഴ്ത്തലുകൾ കൊണ്ടും നേതാക്കന്മാരുടെ ഒത്താശയോടും പിടിച്ചു നിൽക്കുവാനാവില്ല എന്ന വസ്തുത മന്ത്രി മനസ്സിലാക്കിയിട്ടുണ്ടാവണം. വീണയെ മാറ്റി നിർത്തിയാൽ പ്രതിപക്ഷത്തിന് കീഴടങ്ങലാവും എന്നായിരിക്കും CPM ചിന്തിക്കുന്നത്. പാർട്ടിയിൽ തന്നെ എതിർപ്പുകൾ ശക്തമായി വരുന്ന അവസ്ഥയിൽ വീണ ജോർജ് പടിയിറങ്ങും എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്.